നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായ നിലപാട് സർക്കാർ കർശനമാക്കണമെന്ന് രമേശ് ചെന്നിത്തല MLA. കഴിഞ്ഞ 9 വർഷക്കാലം യാതൊന്നും ചെയ്യാതിരുന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും ചെന്നിത്തല. KPCCയുടെ പരിപാടിയിൽ സുധാകരൻ പങ്കെടുത്തതിൽ യാതൊരു തെറ്റുമില്ലെന്ന് രമേശ് ചെന്നിത്തല MLA. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെയുള്ള സൈബർ ആക്രമണം ശരിയല്ലെന്നും രമേശ് ചെന്നിത്തല. സുധാകരനെ പിന്തുണച്ച സലാം MLA. സുധാകരനെതിരായ സൈബർ ആക്രമണം ശരിയല്ലെന്ന് സലാം. അമ്പലപ്പുഴയിലെ ജനങ്ങൾക്ക് സുധാകരനോട് എന്നും ബഹുമാനമാണെന്നും സലാം. ചേർത്തല പള്ളിപ്പുറത്തെ ഫുഡ് പാർക്കിൽ എക്സൈസ് റെയ്ഡ്. കഞ്ചാവ് ചെടികൾ വളർത്തിയ ആസാം സ്വദേശി കഞ്ചാവുമായി പിടി. ലഹരിക്കെതിരെയുള്ള വേറിട്ട പ്രചരണവുമായി ഒരു എക്സൈസ് ഓഫീസർ. ചേർത്തല കഞ്ഞിക്കുഴി സ്വദേശിയായ ജയരാജൻ ഓട്ടൻതുള്ളലുമായി നാടാകെ തന്റെ ദൗത്യം തുടരുന്നു. ഇതുവരെ പിന്നിട്ടത് 521 വേദികൾ. വാർത്തകൾ വിശദമായി. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തല MLA. കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിൽ മദ്യവും മയക്കുമരുന്നും നിയന്ത്രിക്കാൻ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമാണെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. ഗവൺമെൻറ് ആര് മയക്കുമരുന്ന് ഉപയോഗിച്ചാലും കൊണ്ടുവന്നാലും വിതരണം ചെയ്താലും അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇത്രയും കാലം ഈ നടപടികൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ് കേരളം ഈ മയക്കുമരുന്നിൻ്റെ ഒരു താവളമായി മാറിയത്. കഴിഞ്ഞ 9 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് എന്തുകൊണ്ട് ഈ ലഹരി മാഫിയയുടെ വേരറക്കാൻ കഴിഞ്ഞില്ല? ഏത് പാർട്ടിയിൽപ്പെട്ടവരുമാകട്ടെ അല്ലെങ്കിൽ ഏത് സംഘടനയിൽപ്പെട്ടവരാകട്ടെ, ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാപകമായ മയക്കുമരുന്ന് സംഘങ്ങളെ നിയന്ത്രിക്കാനോ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനോ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായൊരു കാര്യം. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ഒരു പരിപാടി കൊണ്ടുവന്നത്. പ്രശസ്ത സിനിമാ നടൻ മമ്മൂട്ടിയായിരുന്നു എൻ്റെ ബ്രാൻഡ് അംബാസിഡർ. ശക്തമായ നടപടി സ്വീകരിച്ചപ്പോൾ ഈ മാഫിയകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. ഗവൺമെൻറ് മാറി, ആ പദ്ധതി അവസാനിച്ചു. പിന്നീട് ഒരു നടപടിയും കഴിഞ്ഞ 9 വർഷമായി ഉണ്ടായില്ല. അതിൻ്റെ പരിണിത ഫലമാണ് കേരളം ഇന്ന് ലഹരി മാഫിയയുടെ താവളമായി മാറിയത്. അപ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സർക്കാരിൻ്റെ ശക്തമായ നടപടികൾ ഉണ്ടാകണം. അത് പറച്ചിലല്ല ഉണ്ടാകേണ്ടത്, നടപടിയിലൂടെയാണ് ഉണ്ടാകേണ്ടത്. സർക്കാരും പോലീസിന് സ്വാതന്ത്ര്യം കൊടുക്കണം. പോലീസിന് സ്വാതന്ത്ര്യം കൊടുത്താൽ കളമശ്ശേരിയിൽ ഉണ്ടായതുപോലെ റെയ്ഡ് ചെയ്ത് ഈ ലഹരി പദാർത്ഥങ്ങൾ പിടിക്കാൻ കഴിയും. അങ്ങനെ സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ടും നിർദ്ദേശമില്ലാത്തത് കൊണ്ടുമാണ് പലപ്പോഴും പോലീസ് ഇനാക്റ്റീവായി തീർന്നിട്ടുള്ളത്. KPCCയുടെ പരിപാടിയിൽ സുധാകരൻ പങ്കെടുത്തതിൽ യാതൊരു തെറ്റുമില്ലെന്ന് രമേശ് ചെന്നിത്തല MLA. അതിൻ്റെ പേരിൽ സുധാകരനെതിരെയുള്ള സൈബർ ആക്രമണം ശരിയല്ലെന്നും രമേശ് ചെന്നിത്തല MLA ആലപ്പുഴയിൽ പറഞ്ഞു. KPCCയുടെ പരിപാടിയിൽ സുധാകരൻ പങ്കെടുത്തത് ഞങ്ങളുടെ ക്ഷണപ്രകാരമാണ്. അതിലൊരു തെറ്റുമില്ല. അത് ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും സമാഗമത്തിൻ്റെ 100 വർഷം പൂർത്തിയായപ്പോൾ അതിന് രാഷ്ട്രീയത്തിന് അതീതമായി ഞങ്ങൾ നടത്തിയൊരു പരിപാടിയാണ്. അതിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ സുധാകരനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സൈബർ സഖാക്കൾ ആ പ്രവർത്തനം അവസാനിപ്പിക്കണം. അത് ഒരു പൊതുജീവിതത്തിൽ നിൽക്കുന്ന വ്യക്തികളോട് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത്. നമ്മളൊക്കെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ സുധാകരനാണ് എല്ലാ പൊതുപരിപാടിയിലും ആലപ്പുഴയിലും കേരളത്തിലും പങ്കെടുക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പോലൊരു സീനിയർ നേതാവിനെ ഇത്തരം വളരെ മോശമായി പാർട്ടി സഖാക്കൾ തന്നെ അദ്ദേഹത്തെ സൈബർ ഇടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നത് അപലപനീയമാണ്. അത് അവസാനിപ്പിക്കാൻ പാർട്ടി നേതൃത്വം മുൻകൈ എടുക്കുകയാണ് വേണ്ടത്. രാഷ്ട്രീയത്തിന് അതീതമായി സംഘടിപ്പിച്ച പരിപാടിയാണ് ശ്രീനാരായണ ഗുരു ഗാന്ധി സമാഗമ വാർഷികം. അതിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ സുധാകരനെ സൈബർ സഖാക്കൾ വളഞ്ഞിട്ട് ആക്രമിക്കേണ്ട കാര്യമില്ല. സുധാകരനെ പോലെയുള്ള സീനിയർ നേതാവിനോട് സൈബർ സഖാക്കൾ ഇത്തരത്തിൽ കാണിക്കുന്നത് അപലപനീയമാണെന്നും ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുധാകരനെ പിന്തുണച്ച് സലാം MLA.
ജി സുധാകരനെതിരെയുള്ള സൈബർ ആക്രമണം ശരിയല്ലെന്ന് എച്ച് സലാം MLA പറഞ്ഞു. അമ്പലപ്പുഴയിലെ ജനങ്ങൾക്ക് ജി സുധാകരനോട് എന്നും ബഹുമാനമാണെന്നും എച്ച് സലാം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ സഖാവ് ജി സുധാകരൻ KPCC സംഘടിപ്പിച്ച ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതുകൊണ്ട് അവിടെ പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി പറഞ്ഞാലാണ് പ്രശ്നം. പോയി എന്താണ് പറയുന്നത് എന്നതാണ് ഏറ്റവും അടിസ്ഥാനമായി കണക്കാക്കേണ്ട കാര്യം. പോയി എന്നുള്ളത് കൊണ്ട് അങ്ങനെ അദ്ദേഹത്തെ ആക്രമിക്കേണ്ട കാര്യമില്ല. സാമൂഹ്യ മാധ്യമങ്ങൾ അത് ഉപയോഗിക്കുന്ന ആളുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയും കാഴ്ചപ്പാടുമുള്ള പാർട്ടിയാണ് CPIM. ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും അത് സംബന്ധമായ 2 രേഖകൾ തന്നെ ഞങ്ങൾ ചർച്ച നടത്തി പുറത്തിറക്കിയിട്ടുണ്ട്. യാതൊരു അക്കൗണ്ടബിലിറ്റിയും ഇല്ലാത്ത വാർത്തകൾ അല്ലെങ്കിൽ വിശകലനങ്ങൾ, എഴുത്തുകൾ ആർക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ ഇന്ന് ഉപയോഗിക്കുന്ന രീതി നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് ഏത് പ്രദേശത്തുള്ളവരാണെങ്കിലും പൂർണ്ണമായ തെറ്റാണ് അത്തരം കാര്യങ്ങൾ കാണിക്കുന്നത്. വ്യക്തിപരമായി അധിക്ഷേപിക്കാനുടമായി കമ്മ്യൂണിക്കേഷൻ്റെ പുതിയ സാധ്യതയായ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് പൊതുവെ നമ്മളെല്ലാം സ്വീകരിക്കേണ്ട ഒരു രീതി. അതാണ് ജി സുധാകരനെ പിന്തുണച്ച എച്ച് സലാം MLA ജി സുധാകരനെതിരായ സൈബർ ആക്രമണം ശരിയല്ല. KPCC പരിപാടിയിൽ പങ്കെടുത്തതുകൊണ്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അല്ലാതാകുന്നില്ല. സൈബർ ഇടപെടലിനെക്കുറിച്ച് CPMന് കൃത്യമായ ധാരണയുണ്ട്. സൈബർ ആക്രമണം അവസാനിപ്പിക്കണം. അമ്പലപ്പുഴയിലെ ജനങ്ങൾക്ക് ജി സുധാകരനോട് എന്നും ബഹുമാനമാണ്. സൈബർ ഇടത്തിൽ വേട്ടയാടപ്പെടേണ്ട ആളല്ല അദ്ദേഹം. ദേഷ്യം പ്രകടിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ്. അത് പാർട്ടിയും ജനങ്ങളും പൊതുവെ അംഗീകരിച്ചതാണ്. രാഷ്ട്രീയ തന്തയില്ലായ്മ എന്ന ജി സുധാകരൻ്റെ പദപ്രയോഗം കൃത്യമാണെന്നും എച്ച് സലാം MLA പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. മറ്റൊരു വാർത്തയിൽ തണ്ണീർമുക്കം വെച്ചൂരിൽ വാഹന അപകടം. നിയന്ത്രണം വിട്ട KSRTC ബസ്സിടിച്ച ബൈക്ക് യാത്രക്കാരനായ നാടൻപാട്ട് കലാകാരന് ദാരുണാന്ത്യം. നിരവധി പേർക്ക് പരിക്ക. അംബിക മാർക്കറ്റ് പുന്നത്ര സാബുവിന്റെ മകൻ സുധീഷാണ് മരിച്ചത്. വെച്ചൂർ ചേരകുളങ്ങരയിൽ ഞായറാഴ്ച വൈകിട്ട് 4:30 മണിയോടെയാണ് അപകടം. ചേർത്തലയിൽ നിന്ന് വൈക്കത്തേക്ക് പോയ ബസ് നിയന്ത്രണം വിട്ട ബൈക്കിലിടിച്ച ശേഷം സമീപത്തെ മതിലിലും മരത്തിലും ഇടിക്കുകയായിരുന്നു. സുധീഷ് ബസ്സിനടിയിൽ പെടുകയായിരുന്നു. ബസ് യാത്രക്കാരായ നിരവധി പേർക്ക് പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻഭാഗം തകർന്നു. മരിച്ച സുധീഷ് നാടൻപാട്ട് കലാകാരനാണ്. ടൈം ന്യൂസ് ചേർത്തല. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസറും പ്രതിനിധി സമ്മേളനം CITU സംസ്ഥാന സെക്രട്ടറി CB ചന്ദ്രബാബുവും ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ നടന്ന പൊതുസമ്മേളനം CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ ഉദ്ഘാടനം ചെയ്തു. ജനജീവിതം ദുരിതത്തിലാക്കുന്ന മോദി സർക്കാരിനെതിരെ രാജ്യത്ത് ഉയർന്നുവരുന്ന ഐക്യ സമരനിരയിൽ ചേർന്ന് പോരാട്ടം നടത്തിയാലേ ഗസറ്റഡ് ജീവനക്കാർ ഉൾപ്പെടെയുള്ള സിവിൽ സർവീസിൻ്റെ നിലനിൽപ്പ് സാധ്യമാവുമെന്ന് R. നാസർ പറഞ്ഞു. ഡോക്ടർ സ്വാമിനാഥൻ നമ്മുടെ ജില്ലക്കാരനാണല്ലോ. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് പ്രകടന പത്രികയിൽ എഴുതി വെച്ച് അധികാരത്തിൽ വന്നവരാണ്. ഇതുവരെയായിട്ടും കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിച്ചിട്ടേ ഉണ്ടില്ല. സ്വാമിനാഥൻ പറഞ്ഞത് ഉൽപാദന ചെലവിൻ്റെ ഇരട്ടി തുക തറവിലയായി നിശ്ചയിച്ച് എല്ലാ ഉൽപ്പന്നങ്ങളും സംഭരിക്കണം, എങ്കിലേ കൃഷിക്കാരനെ നേരെ നിർത്താൻ ഒക്കൂ. അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാണ് ഇവർ അധികാരത്തിൽ വന്നത്. പക്ഷേ ഇവര് ഈ 9 വർഷക്കാലം പിന്നിടുമ്പോഴും അതില്ല. ഇത്തവണത്തെ ബഡ്ജറ്റിലും അതില്ല. കർഷകരുടെ സമരം 2ാം വട്ടം ആരംഭിച്ച സമയത്ത് അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത് അതില്ല. കൃഷിക്കാരന്റെ ഉൽപ്പന്നത്തിന് യാതൊരു വിലയുമില്ല. അവനുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എവിടെങ്കിലും കടം മേടിച്ച് ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ എല്ലാം കെട്ടിക്കിടക്കുന്നു. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് J. പ്രശാന്ത് ബാബു പതാക ഉയർത്തി. ജനറൽ സെക്രട്ടറി M. ഷാജഹാൻ, ജില്ലാ സെക്രട്ടറി രമേശ് ഗോപിനാഥ്, ജോയിന്റ് സെക്രട്ടറി ദേവരാജ് P. കർത്ത, ഖജാൻജി റെയ്നി സെബാസ്റ്റ്യൻ, GV റജി, VM ബിനോയ്, പ്രശാന്ത്, S. ശ്യാം, സുമാദേവി തുടങ്ങിയവർ സംസാരിച്ചു. ഞായറാഴ്ച നടന്ന പ്രതിനിധി സമ്മേളനം CITU സംസ്ഥാന സെക്രട്ടറി CB ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കൊല്ലം 1 രൂപ കിട്ടിയ അതേ മൂല്യം തന്നെ ഈ വർഷം കിട്ടുകയാണെങ്കിൽ DA തരണോ? തരേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പൊ DA തരേണ്ടി വരുന്ന എപ്പോഴാണ്? നമ്മുടെ അധ്വാനത്തിന് കിട്ടുന്ന
വിലയിൽ കുറവ് വരുമ്പോഴാണ്. അധ്വാനത്തിന് രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, അധ്വാനത്തിന് മൂല്യമുണ്ട്, അധ്വാനത്തിന് വിലയുമുണ്ട്. ഇത് രണ്ടാണ് കേട്ടോ. അധ്വാനത്തിന് ഒരു മൂല്യമുണ്ട്. ഞാൻ 8 മണിക്കൂർ പണിയെടുത്താൽ ആ 8 മണിക്കൂറുള്ള എൻ്റെ അധ്വാനം വഴി ഉണ്ടാകുന്ന ഒരു പ്രൊഡക്ഷൻ ഉണ്ട്, ഒരു ഉൽപ്പാദനമുണ്ട്, അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ട്. റെനി സെബാസ്റ്റ്യനെ പ്രസിഡന്റായും ഡോക്ടർ എസ് ശ്രീകല, ലക്ഷ്മി എസ് ചന്ദ്രൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും പ്രശാന്ത് ബാബുവിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. കെ എസ് രാജേഷ്, എസ് വേണുക്കുട്ടൻ എന്നിവരാണ് ജോയിന്റ് സെക്രട്ടറിമാർ. പി ദേവരാജ് കർത്ത ഖജാൻജിയാണ്. സജിത ദാസ് വനിതാ കൺവീനറായും തെരഞ്ഞെടുക്കപ്പെട്ടു. ടൈം ന്യൂസ്, ആലപ്പുഴ. വാതിൽപ്പടി ഭക്ഷ്യധാന്യ വിതരണ കരാറുകാർക്ക് സപ്ലൈകോ പണം അനുവദിച്ചു. ഇതേ തുടർന്ന് റേഷൻ വിതരണ മേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി അകലും. അടുത്ത ആഴ്ച മുതൽ റേഷൻ വിതരണം സുഗമമാകുമെന്ന് സൂചന. വാതിൽപ്പടി വിതരണ കരാറുകാർക്ക് ഡിസംബറിലെ പ്രതിഫല കുടിശ്ശിക സപ്ലൈകോ അനുവദിച്ചതോടെയാണ് അടുത്തയാഴ്ച ഭക്ഷ്യധാന്യ നീക്കം പുനരാരംഭിക്കാൻ സാധ്യത തെളിഞ്ഞത്. ഭക്ഷ്യധാന്യം ലോറിയിൽ കയറ്റുന്ന തൊഴിലാളികൾക്കുള്ള കൂലി കരാറുകാർക്ക് നൽകാതെ സപ്ലൈകോ നേരിട്ട് ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അടയ്ക്കും. അതിനാൽ ചുമട്ടുതൊഴിലാളികൾക്കും സമരത്തിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതയും തെളിയുന്നു. പ്രതിഫലം ലഭിക്കാത്തതിനാൽ ഏറെ നാളായി വിതരണ കരാറുകാർ വെള്ളപ്പോക്കിലായിരുന്നു. കൂലി കിട്ടാത്തതിനാൽ പ്രതിഷേധിച്ച ചുമട്ടുതൊഴിലാളികളും സമരത്തിലായിരുന്നു. പ്രതിഫല കുടിശ്ശിക ലഭിക്കാതെ തൊഴിലാളികളുടെ കൂലി ക്ഷേമനിധി ബോർഡിൽ അടക്കില്ലെന്നായിരുന്നു കരാറുകാരുടെ നിലപാട്. ഇരുകൂട്ടരും തമ്മിലുള്ള തർക്കം നീണ്ടതോടെ ജില്ലയിലെ റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യത്തിന് കടുത്ത ക്ഷാമം നേരിട്ടു. സ്ഥിതി രൂക്ഷമായതോടെ സപ്ലൈകോ ഇപ്പോൾ പണം അനുവദിച്ചു. ഇതിനിടെ വാതിൽപ്പടി വിതരണത്തിൽ തുടർച്ചയായി വീഴ്ച വരുത്തിയ കാർത്തികപ്പള്ളി താലൂക്കിലെ കരാർ ഏജൻസിക്ക് സപ്ലൈകോ കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഒഴിവാക്കി മറ്റൊരാളെ കൊണ്ട് ധാന്യം എത്തിക്കാനാണ് നീക്കം. ഭക്ഷ്യധാന്യക്ഷാമം രൂക്ഷമായതോടെ അമ്പലപ്പുഴ താലൂക്കിലെ റേഷൻ കടകൾ തിങ്കളാഴ്ച അടച്ചിടാനുള്ള തീരുമാനത്തിൽ നിന്നും സംയുക്ത സമരസമിതി പിന്മാറിയിട്ടുണ്ട്. ബുധനാഴ്ചയ്ക്കകം ധാന്യം എത്തിക്കാമെന്ന ജില്ലാ സപ്ലൈ ഓഫീസറുടെ ഉറപ്പിന്മേലാണ് പിന്മാറ്റം. ബുധനാഴ്ചയ്ക്കകം കിട്ടിയില്ലെങ്കിൽ വ്യാഴാഴ്ച പണിമുടക്കുമെന്നും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ടൈം ന്യൂസ്, ആലപ്പുഴ. മക്കക്കടവ് നേരേക്കടവ് പാലത്തിൻ്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. 49 ഗർഡറുകളുടെ നിർമ്മാണം പൂർത്തിയായി. അരൂർ എം.എൽ.എ. ദലീമ ജോജോ നിർമ്മാണ പുരോഗതി വിലയിരുത്തി. ഡിസംബർ അവസാനത്തോടെ പാലം തുറന്നു കൊടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ. തുറവൂർ പമ്പ പാതയുടെ ഭാഗമായി വേമ്പനാട്ട് കായലിനെ കുറുകെ നിർമ്മാണം പുരോഗമിക്കുന്ന മാക്കേക്കടവ് നേരേക്കടവ് പാലത്തിൻ്റെ 49 ഗർഡറുകളുടെ കോൺക്രീറ്റിംഗ് കഴിഞ്ഞു. ഇതിൽ 36 ഗർഡറുകൾ 9 സ്പാനുകളിലായി ഘടിപ്പിച്ചു കഴിഞ്ഞു. അടുത്തയാഴ്ചയോടെ 40 ഗർഡറുകൾ സജ്ജീകരിച്ച പാലത്തിൻ്റെ മാക്കേക്കടവ് ഭാഗത്തെ ഗർഡറുകൾ സ്ഥാപിക്കും. 300 മീറ്റർ പാലത്തിൻ്റെ സ്ലാബ് വാർക്കലും പൂർത്തിയായിട്ടുണ്ട്. പാലത്തിൻ്റെ ആകെ നീളം 800 മീറ്ററാണ്. ഡിസംബറോടെ പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ കഴിയുമെന്ന് പാലം നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ മാക്കേക്കടവിലെത്തിയ എം.എൽ.എ. ദലീമ ജോജോ പറഞ്ഞു. തൈക്കാട്ടുശ്ശേരി, ഉദയനാപുരം, വൈക്കം, കടുത്തുരുത്തി, കുറവിലങ്ങാട്, പാല, പൊൻകുന്നം, എരുമേലി എന്നിവിടങ്ങളിലൂടെയാണ് തുറവൂർ പമ്പ പാത കടന്നുപോകുന്നത്. തുറവൂർ, വൈക്കം, കടുത്തുരുത്തി, കടപ്പാട്ടൂർ, എരുമേലി തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയാണ് പാത. ആലപ്പുഴ, കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന യാത്രാമാർഗമായി തുറവൂർ പമ്പ പാത മാറും. മാക്കേക്കടവിലെത്തിയ ദലീമ ജോജോ എം.എൽ.എ. നിർമ്മാണ പുരോഗതി വിലയിരുത്തി. ചേർത്തലയ്ക്കടുത്ത പള്ളിപ്പുറത്തെ ഫുഡ് പാർക്കിൽ എക്സൈസ് റെയ്ഡ്. കഞ്ചാവ് ചെടികൾ വളർത്തിയ ആസാം സ്വദേശി എക്സൈസിൻ്റെ പിടിയിലായി. പരിശോധന തുടരുമെന്ന് എക്സൈസ്. ചേർത്തല പള്ളിപ്പുറത്തെ ഫുഡ് പാർക്കിൽ എക്സൈസ് റെയ്ഡ്. കഞ്ചാവ് ചെടികൾ വളർത്തിയ ആസാം സ്വദേശി പിടിയിൽ. ചേർത്തല എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ PM സുമേഷിൻ്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘമാണ് പള്ളിപ്പുറം ഫുഡ് പാർക്കിൽ റെയ്ഡ് നടത്തിയത്. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഷെഡിന് മുന്നിൽ വളർത്തിയ 55ഉം 65ഉം സെൻറ്റിമീറ്റർ നീളമുള്ള 2 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. ആസാം സ്വദേശി സാഹിദുൽ ഇസ്ലാം എന്ന 26-കാരനാണ് പിടിയിലായത്. ഇയാൾ താമസിക്കുന്ന ഷെഡിലെ കട്ടിലിനടിയിൽ ഒളിപ്പിച്ച നിലയിൽ 260 ഗ്രാം കഞ്ചാവും കണ്ടെത്തി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ P. ബിനേഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ KP സുരേഷ്, G. മനോജ് കുമാർ, G. മണികണ്ഠൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KA തസ്ലിം, CC ശ്രീജിത്ത്, AP അരുൺ, ശ്രീലാൽ MC, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ S. ശ്രീജ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ ഗ്രേഡ് BS ബെൻസി എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. ടൈം ന്യൂസ്, ചേർത്തല.
ലഹരിക്കെതിരെ വേറിട്ട പ്രചരണവുമായി ഒരു എക്സൈസ് ഓഫീസർ. ചേർത്തല കഞ്ഞിക്കുഴി സ്വദേശിയായ ജയരാജൻ ഓട്ടൻതുള്ളൽ കലയുമായാണ് വേറിട്ട ദൗത്യം തുടരുന്നത്. ഇതുവരെ പിന്നിട്ടത് 521 വേദികൾ. യുവതലമുറയെ വഴിതെറ്റിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ഓട്ടൻതുള്ളലുമായിട്ടാണ് ഒരു എക്സൈസ് ഓഫീസർ സജീവമാകുന്നത്. ഓട്ടൻതുള്ളൽ എന്ന കലയിലൂടെ ലഹരിക്കെതിരെ അവബോധം സൃഷ്ടിക്കുകയാണ് എറണാകുളം റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ 49 വയസ്സുള്ള വി ജയരാജൻ. ചേർത്തല കഞ്ഞിക്കുഴി നികർത്തുവെളിയിൽ വിജയൻ തങ്കമ്മ ദമ്പതികളുടെ മകൻ. ചേർത്തലയിലെ സാംസ്കാരിക സംഘടനയായ സർഗത്തിൻ്റെ പരിപാടിയിലെ മുഖ്യ ഇനമായ ഓട്ടൻതുള്ളലിലൂടെ ബോധവൽക്കരണം നടത്തിയപ്പോൾ പിന്നിട്ടത് 521 വേദികൾ. പ്രതിഫലം വാങ്ങാതെയാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ജയരാജ ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുന്നത്. കേരളത്തിൽ ആദ്യമായാണ് ലഹരിക്കെതിരെ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ തന്നെ ഓട്ടൻതുള്ളൽ എന്ന കലാരൂപത്തിലൂടെ അവബോധം സൃഷ്ടിച്ച് രംഗത്തെത്തുന്നത്. 2018 ജയരാജ് സർവീസിൽ കയറുന്നത്. 23 മുതൽ എക്സൈസിൻ്റെ നേതൃത്വത്തിലുള്ള മുക്തിയുടെ ഭാഗമായി ഓട്ടൻതുള്ളൽ ആരംഭിച്ചു. വയലാർ സ്വദേശികളായ സന്തോഷ്, വയലാർ മധു, മരുത്തോർവട്ടം കണ്ണൻ എന്നിവരിൽ നിന്ന് പകർന്നു കിട്ടിയ പ്രാഥമികമായ അറിവ് മാത്രമാണ് ഈ രംഗത്തെ കൈമുതൽ. എറണാകുളത്തായിരുന്നു ആദ്യ തുടക്കം. കാണികളെ കയ്യിലെടുക്കാനുള്ള തന്ത്രങ്ങളും ചുവടുകളും ആദ്യം തന്നെ കരസ്ഥമാക്കി. വകുപ്പുദ്യോഗസ്ഥരും പിന്തുണയുമായി എത്തിയതോടെ എല്ലാ ദിവസങ്ങളിലേക്കും പരിപാടി നീണ്ടു. ചില മാസങ്ങളിൽ 28 വേദികളിൽ വരെ ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് ജയരാജ് പറഞ്ഞു. ഞാനത് ശരിക്കും 2018 ആരംഭിച്ചതാണ്. ശരിക്കും ഓട്ടംതുള്ളൽ കലാകാരനല്ല ഞാൻ. ലഹരിക്കെതിരെ ഒരു അവബോധം സൃഷ്ടിക്കാവുന്ന ലക്ഷ്യത്തോടു കൂടി ഞാൻ വയലാർ സന്തോഷം എന്ന് പറയുന്ന ഒരു ഗുരുവിൻ്റെ കീഴിൽ പോയി ഒരു 11 ദിവസം ഓട്ടംതുള്ളൽ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇന്നിപ്പോൾ കേരളത്തിൽ എല്ലാ ജില്ലകളിലുമായിട്ട് പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് 521ാമത്തെ വേദിയാണെന്ന് ചേർത്തലിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം കുട്ടികളിലേക്ക് ഈ സന്ദേശം എത്തിക്കുക എന്നത് തന്നെയാണ്. ലഹരി എന്ന് പറയുന്ന ഒരു സാമൂഹിക വിപത്തായിട്ട് മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോ ദിവസവും പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ വായിക്കുന്നതും കേൾക്കുന്നതും കാണുന്നതുമായ വാർത്തകൾ നമ്മളെ ഭീതിപ്പെടുത്തുന്ന വാർത്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്, ഇത് എറണാകുളം ജില്ലാ വിമുക്തി മിഷൻ്റെ ഭാഗമായിട്ട് എന്നെക്കൊണ്ട് കഴിയാവുന്ന ചെറിയൊരു പ്രയത്നം ഈ മേഖലയിൽ ചെയ്യുന്നു തന്നെ ഉള്ളൂ. ഞാൻ എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി റേഞ്ചിലെ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറാണ്. എൻ്റെ സ്വദേശം ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയാണ്. ഞാനിപ്പോൾ സർവീസിൽ കയറിയിട്ട് 23ാമത്തെ വർഷമാണ്. ഓട്ടംതുള്ളൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 6 വർഷമേ ആയിട്ടുള്ളൂ. സർവീസിൽ 23 വർഷം തുടരുന്നു. ഓട്ടംതുള്ളൽ ഞാൻ പഠിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വയലാർ സന്തോഷം എന്ന് പറയുന്ന ഗുരുവിൻ്റെ കീഴിൽ ഒരു 11 ദിവസം ഇതിൻ്റെ പ്രാഥമിക പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഇങ്ങനെ ഇത്രയും വേദികൾ ചെയ്ത് കുറച്ചൊക്കെ മെച്ചപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. ലഹരിക്കെതിരായ സന്ദേശത്തിന് പുറമെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും കോവിഡ് മഹാമാരി കാലത്ത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും ഓട്ടൻതുള്ളൽ സ്വന്തമായി എഴുതി അവതരിപ്പിച്ച് ജയരാജ് ശ്രദ്ധ നേടിയിട്ടുണ്ട്. 20 മിനിറ്റ് ഓട്ടൻതുള്ളലിന് ശേഷം കാണികളിൽ ബോധവൽക്കരണവും നടത്തിയാണ് വേദികൾ വിടുന്നത്. സാംസ്കാരിക സംഘടനകൾ, സ്കൂളുകൾ, കോളേജുകൾ, ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ, ക്ഷേത്രങ്ങൾ, കുടുംബശ്രീ യൂണിറ്റുകൾ തുടങ്ങിയവയാണ് പ്രധാന വേദികളാവുന്നത്. സഹപ്രവർത്തകനായ രമേശൻ പകർന്നു നൽകിയ ആശയത്തിലൂടെയാണ് വേറിട്ട വഴിതെളിഞ്ഞത്. മേക്കപ്പിനും മറ്റു സഹായങ്ങൾക്കുമായി സഹപ്രവർത്തകർ തന്നെയാണ് സഹായിക്കുന്നത്. സർക്കാരിൽ നിന്നോ എക്സൈസ് വകുപ്പിൽ നിന്നോ ഒരു പൈസ പോലും വാങ്ങാതെയാണ് ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുന്നത്. ശമ്പളത്തിൽ നിന്നും ലഭിക്കുന്ന പൈസ ഉപയോഗിച്ചാണ് പരിപാടികൾക്ക് പോകുന്നത്. പുതിയ തലമുറയ്ക്കായി ബോധവൽക്കരണം പാഠ്യവിഷയമാക്കണമെന്നും ജയരാജ് പറയുന്നു. ഫാർമസിസ്റ്റായ വിദ്യയാണ് ഭാര്യ. മക്കളായ ബിടെക് വിദ്യാർത്ഥി ഗോകുൽ രാജ്, 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ജാനകി രാജ് എന്നിവർ ജയരാജന് പിന്തുണയുമായി ഒപ്പമുണ്ട്. ടൈം ന്യൂസ്, ചേർത്തല. സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും തണലൊരുക്കി കുടുംബശ്രീ മിഷൻ. കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ DYSP ഓഫീസുകളിൽ സ്നേഹിത എന്ന പേരിൽ എക്സ്റ്റൻഷൻ സെന്ററുകൾ പ്രവർത്തനം ആരംഭിച്ചു. ആലപ്പുഴ ജില്ലയിൽ 5 സെന്ററുകളാണ് പ്രവർത്തനം ആരംഭിച്ചത്. ജില്ലാതല ഉദ്ഘാടനം ചേർത്തല പോലീസ് സ്റ്റേഷനിൽ നടന്നു. ചേർത്തല MLAയും കൃഷിമന്ത്രിയുമായ P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു.
സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരും നിരാലംബരുമായ സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണയും സഹായവും താൽക്കാലിക അഭയവുമേകുന്ന കുടുംബശ്രീയുടെ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകളുടെ പ്രവർത്തനത്തിന് ആലപ്പുഴ ജില്ലയിൽ തുടക്കം. ജില്ലയിലെ 5 DYSP ഓഫീസുകളിലാണ് സെന്ററുകൾ പ്രവർത്തനം ആരംഭിച്ചത്. സേവനത്തിനും പിന്തുണയ്ക്കുമായി എത്തുന്നവർക്ക് താൽക്കാലിക താമസ സൗകര്യവും കൗൺസിലിംഗും പുനരധിവാസ സഹായങ്ങളും വിവിധ വകുപ്പുകളുമായി ചേർന്ന് നിയമ ആരോഗ്യ പരിരക്ഷയും ലഭ്യമാക്കും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടെലി കൗൺസിലിംഗ് സേവനവും ആഴ്ചയിൽ 2 ദിവസം കൗൺസിലറുടെ സേവനവും ഇവിടെ ലഭിക്കും. ചേർത്തല പോലീസ് സ്റ്റേഷനിലെ ചൈൽഡ് ഫ്രണ്ട്ലി ഹോമിലാണ് സ്നേഹിത എക്സ്റ്റൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം ചേർത്തലയിൽ മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. കുടുംബശ്രീയുടെയും സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെയും കൂടി സഹകരണത്തോടെയും പങ്കാളിത്തോടെയുമാണ് സ്നേഹിത എന്ന എക്സ്റ്റൻഷൻ സെന്റർ കേരളത്തിൽ യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നത്. അങ്ങനെ ഒരെണ്ണം നമ്മുടെ ചേർത്തലയിലും ഉണ്ടായിരിക്കുകയാണ്. എല്ലായിടങ്ങളിലും DYSP ഓഫീസുമായി ചേർന്നാണ് ഈ സ്നേഹിത സെൻറ്റർ പ്രവർത്തിക്കുന്നതെങ്കിൽ നമുക്ക് സ്ഥലത്തിൻ്റെ പരിമിതികൾ, കെട്ടിടത്തിൻ്റെ പരിമിതികളെല്ലാം ഉണ്ട് എന്നുള്ളതുകൊണ്ട് ചേർത്തല പോലീസ് സ്റ്റേഷനിൽ കമനീയമായി ഒരുക്കിയിരിക്കുന്ന ഈ കേന്ദ്രം സ്നേഹിത എക്സ്റ്റൻഷൻ സെൻറ്ററിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ഏറെ പ്രയോജനപ്രദമാവുന്ന ഒന്നായിത്തീരുന്നത്. സ്ത്രീ ആട്ടിപ്പായിക്കേണ്ടവളാണ്. സ്ത്രീയുടെ കാര്യത്തിനാരും ഗൗനിക്കേണ്ടതില്ല. കണ്ണീരും കയ്യുമായി അടുക്കളയ്ക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടവളാണ് സ്ത്രീ എന്നുള്ള പഴയകാലത്തെ രീതികൾ മാറുകയാണ്. സ്ത്രീക്ക് അവകാശമുണ്ട്, സ്ത്രീക്ക് അർഹതയുണ്ട്, സ്ത്രീക്ക് എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും പിൻബലവും നൽകേണ്ടത് അനിവാര്യമാണ്. തുല്യത എന്നത് നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമാക്കി നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നിടത്ത് ആ തുല്യതയുടെ ഭാഗമായിട്ടാണ് നീതിയും ന്യായവും എല്ലാം ലഭ്യമാക്കേണ്ടത് ഇടങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി സമീപിക്കുന്ന ഒരു കേന്ദ്രം എന്നുള്ളിടത്തിൽ പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സ്നേഹിത എന്ന ഈ സംവിധാനം ഒരുങ്ങിയിരിക്കുന്നത്. പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥന്മാർ ചുമതലപ്പെടുത്തുന്ന അനുസരിച്ചായിരിക്കും ഈ കേന്ദ്രങ്ങളിൽ കൗൺസിലിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, അല്ലെങ്കിൽ സേവനങ്ങൾ ലഭ്യമാക്കുക. സ്ത്രീകൾക്കും കുട്ടികൾക്കും വിശ്രമിക്കാനുള്ള ഇടങ്ങൾ ഉൾപ്പെടെ കൗൺസിലിംഗ് റൂമുകൾ ഉൾപ്പെടെ എല്ലാം ഈ ചേർത്തലയിലെ ഈ സെൻറ്ററിലും ക്രമീകരിച്ചിട്ടുണ്ട്, ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിലെ വനിതകൾക്ക്, സ്ത്രീകൾക്ക് ഏറെ സഹായകരമാവുന്ന, സ്ത്രീക്ക് ഒരു ബലം കൊടുക്കുന്ന തരത്തിലായിരിക്കും ഈ സംവിധാനം നിൽക്കുക. ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി രഞ്ജിത്ത്, കൗൺസിലർ എ അജി, ASP ഹരീഷ് ജെയിൻ, IPS, CI ജി അരുൺ, SI എസ് സുരേഷ്, CDA ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി ജ്യോതിമോൾ, ADMC ടെസി ബേബി, കൺവീനർ അനിമോൾ BS, മെമ്പർ സെക്രട്ടറി നസിയ നിസാർ, DPM സുനിത P, CDS അംഗങ്ങളായ റൂബി, വത്സല സുഗുണൻ, അക്കൗണ്ടന്റ് രതിമോൾ, കമ്മ്യൂണിറ്റി കൗൺസിലർമാരായ സനില, വിജയമ്മ, സാവിത്രി, MEC ആതിര, സ്നേഹിത, സ്റ്റാഫ് സജിത, സ്മിജി തുടങ്ങിയവർ പങ്കെടുത്തു. CDS ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി ജ്യോതിമോൾ, കമ്മ്യൂണിറ്റി കൗൺസിലർ കസ്തൂരി എന്നിവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ് ചേർത്തല. കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള സ്നേഹിത എക്സ്റ്റൻഷൻ സെന്റർ അമ്പലപ്പുഴയിലും പ്രവർത്തനം ആരംഭിച്ചു. H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴയിൽ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. അമ്പലപ്പുഴ DYSP ഓഫീസ്, ആലപ്പുഴ വനിതാ പോലീസ് സ്റ്റേഷൻ, വനിതാ സെൽ എന്നിവിടങ്ങളിലെ സ്നേഹിത സെന്ററുകൾ H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ S. രഞ്ജിത്ത്, അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ, അമ്പലപ്പുഴ ആലപ്പുഴ DYSPമാരായ KN രാജേഷ്, MR മധുബാബു, അമ്പലപ്പുഴ CI M. പ്രതീഷ് കുമാർ, ADMC ടെസി ബേബി, DPM സുനിത മിഥുൻ, കമ്മ്യൂണിറ്റി കൗൺസിലർമാരായ കസ്തൂരി, നിഷ, ഷബാന, സൗമ്യ, സുനിമോൾ, ഷീജ, മുംതാസ്, ആര്യ, ചിലു, സിന്ധു, CDS ചെയർപേഴ്സൺ രാധ ഓമനക്കുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം B. അനിത, കൗൺസിലർ നജിത ഹാരിസ്, പഞ്ചായത്ത് അംഗം നിഷ മനോജ് എന്നിവർ പങ്കെടുത്തു. കായംകുളത്ത് അഡ്വക്കേറ്റ് U. പ്രതിഭാകരി MLAയും ചങ്ങന്നൂരിൽ MS. അരുൺകുമാർ MLAയും സെന്ററുകൾ ഉദ്ഘാടനം ചെയ്തു. ടൈം ന്യൂസ് ആലപ്പുഴ. ചേർത്തല താലൂക്ക് NSS യൂണിയൻ്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് C. ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞി രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ചേർത്തല താലൂക്ക് NSS യൂണിയൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കരയോഗങ്ങളിൽ നിന്നും കലാകായിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ സംസ്ഥാന തലങ്ങളിൽ മികച്ച വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെയാണ് ആദരിച്ചത്. ചേർത്തല NSS യൂണിയൻ ഹാളിൽ നടന്ന പ്രതിഭാ സംഗമം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് C. ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിയമം പലപ്പോഴും പ്യൂണിറ്റീവാണ്. പല സംഭവങ്ങൾ നടന്നതിന് ശേഷം ആളെ ശിക്ഷിക്കുന്നതിലേക്കാണ് നിയമത്തിന്റെ ഫോക്കസ്. നമുക്ക് സംഭവം നടക്കാണ്ടിരിക്കാനായിട്ട് പ്രിവെന്റീവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക്
നിയമത്തിന് ഒരുപാട് പരിമിതികളുണ്ട് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അതിലെ നിയമവുമായിട്ട് ബന്ധപ്പെട്ടവർ പറയാം, മുള്ള എന്നൊരു അതിപ്രഗത്ഭനായ ഒരു ഓതറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കമൻ്റാണ് എനിക്കിപ്പോൾ തോന്നുന്നത്, ലോ കനോട്ട് മേക്ക് മെൻ വെർച്വസ് എന്നാണ് പറയുന്നത്. എനിവേ, അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ തിന്മകൾക്കായിട്ട് ഒരു മന്നത്ത് പത്മനാഭനോ അല്ലെങ്കിൽ അതുപോലൊരു വ്യക്തിയോ ജനിച്ച് ഉരുത്തിരിഞ്ഞ് വരുവാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ല കാര്യം. പക്ഷെ അതില്ലെങ്കിൽ പോലും നമ്മൾ ഈ തിന്മകളെ നമുക്ക് എങ്ങനെയെങ്കിലും കോമ്പാറ്റ് ചെയ്യണം. അതിനുള്ള മാർഗങ്ങൾ എല്ലാ സ്വമനസ്സുകളോട് കൂടി ആലോചിച്ച് ചെയ്യാവുന്ന, നമുക്ക് ചെയ്യാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ മതി. ഒരു പക്ഷേ ആ ഒരു മോഡൽ നമുക്ക് മറ്റു പലർക്കും ഇമിലേറ്റ് ചെയ്യാൻ പറ്റും. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് മുരളീകൃഷ്ണൻ, സീമ, അജികുമാർ എന്നിവർ ആശംസകൾ നേർന്നു. യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ, വനിതാ യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ, മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി കോർഡിനേറ്റേഴ്സ്, കരയോഗം, വനിതാ സമാജം, സ്വാശ്രയ സംഘാംഗങ്ങൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ സ്വാഗതവും അഡീഷണൽ ഇൻസ്പെക്ടർ നിഖിൽ വേണു നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. തണ്ണീർമുക്കം പഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാവിരുന്നുകൾ ശ്രദ്ധേയമായി. തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് വർണ്ണോത്സവം എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G ശശികല അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം US സജീവ്, സീന സുർജിത്ത്, TT സാജു, PS ഷീനാമോൾ, ഗ്രേസി, PJ തോമസ്, P രാഹുൽ, PTA പ്രസിഡന്റ് മുരളീധരൻ, അനില ശശിധരൻ, ICDS സൂപ്പർവൈസർ റോസമ്മ KB തുടങ്ങിയവർ സംസാരിച്ചു. മുഹമ്മദ് CMS LP സ്കൂളിൻ്റെ വാർഷികാഘോഷം വർണ്ണാഭമായി. മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ്മയാണ് സ്കൂളിൻ്റെ പുരോഗതിയുടെ അടിസ്ഥാനമെന്ന് മന്ത്രി P പ്രസാദ് പറഞ്ഞു. മുഹമ്മദ് CMS LP സ്കൂൾ വാർഷികാഘോഷം വർണ്ണാഭമായി. മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒത്തൊരുമയാണ് സ്കൂൾ കൈവരിച്ച നേട്ടങ്ങൾക്ക് പിന്നിലെന്ന് മന്ത്രി പറഞ്ഞു. PTA പ്രസിഡന്റ് L സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. മുഹമ്മദ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു എഴുത്തോല പ്രകാശനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ തോമസ് K പ്രസാദ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. പ്രഥമാധ്യാപകൻ ജോൺ തോമസ്, മുൻ പ്രഥമാധ്യാപികയും വിദ്യാലയ വികസന സമിതി കൺവീനറുമായ ജോളി തോമസ്, മുഹമ്മദ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PA നസീമ, പഞ്ചായത്ത് അംഗം നിഷ പ്രദീപ്, സ്റ്റാഫ് സെക്രട്ടറി PA മുഹമ്മദ് റാഫി, രതീഷ്, NM ഷേർലി, മീരാമോൾ, NJ ഷീന എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. ടൈം ന്യൂസ് മുഹമ്മദ്. ജൂട്ട് ഷിപ്പേഴ്സ് കൗൺസിലിൻ്റെയും ദേശീയ ജൂട്ട് ബോർഡിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മാർച്ച് 18-ന് ചേർത്തലയിൽ ദേശീയ സെമിനാർ സംഘടിപ്പിക്കും. ചേർത്തല മായിത്തറയിലാണ് ദേശീയ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നാഷണൽ ജൂട്ട് ബോർഡും ടെക്സ്റ്റൈൽ കമ്മിറ്റിയും കൂടെ ചേർന്ന് ജൂട്ട് മാർക്ക് സ്കീം എന്നൊരു സ്കീം ഇപ്പോൾ അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഈ ജൂട്ട് മാർക്ക് സ്കീമിൽ ഉൾപ്പെടുന്ന പ്രോഡക്ട്സിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എന്ന നിലയിൽ അതിനുവേണ്ടി ഒരു പ്രത്യേകമായ ഒരു ലേബൽ ഡെവലപ്പ് ചെയ്യും. ആ ലേബൽ ഉണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ട് വിശ്വാസയോഗ്യമായ ജൂട്ട് പ്രോഡക്റ്റാണ് എന്ന് ലോകത്തിന് അറിയിക്കുന്ന ഒരു കൂടുതൽ മാർക്കറ്റിംഗ് സാധ്യതകൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മുടെ എക്സ്പോർട്ടർമാരുടെ ഒരു ബോധവൽക്കരണം നടത്താനായിട്ടാണ് ഗവൺമെൻറ് ഈ ഒരു പ്രോജക്റ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഈ ഒരു സ്കീം നമ്മൾ അന്ന് 18-ാം തീയതി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഒരു മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. ജൂട്ട് ഷിപ്പേഴ്സ് കൗൺസിലിൻ്റെയും ദേശീയ ജൂട്ട് ബോർഡിൻ്റെയും നേതൃത്വത്തിലുള്ള ദേശീയ സെമിനാർ മാർച്ച് 18-ന് നടക്കും. ചേർത്തല മായിത്തറയിലെ ജൂട്ട് ഷിപ്പേഴ്സ് കൗൺസിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിലാണ് സെമിനാർ നടക്കുന്നത്. ഷിപ്പേഴ്സ് കൗൺസിൽ പ്രസിഡന്റ് അർജുൻ മഹാദേവൻ ഉദ്ഘാടനം ചെയ്യും. കൽക്കട്ട നാഷണൽ ജൂട്ട് ബോർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ D മുഖർജി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ജൂട്ട് ഷിപ്പേഴ്സ് കൗൺസിൽ മെമ്പർ സെക്രട്ടറി സാജൻ B നായർ അധ്യക്ഷനാവും. ടെക്സ്റ്റൈൽ കമ്മിറ്റി അസിസ്റ്റന്റ് ഡയറക്ടർ B പളനിച്ചാമി ജൂട്ട് മാർക്ക് ഇന്ത്യ പദ്ധതിയെക്കുറിച്ചും പുതുതായി ആരംഭിച്ച മൊബൈൽ ആപ്പിനെക്കുറിച്ചും ക്ലാസ് എടുക്കും. ചണത്തിൻ്റെ പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, കരകൗശല വിദഗ്ധർ, ചണത്തിൻ്റെ ചില്ലറ വിൽപ്പന എന്നിവ നടത്തുന്നവർക്കും പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാമെന്നും ഇവർ പറഞ്ഞു.
ടെക്സ്റ്റൈൽ കമ്മിറ്റി അസിസ്റ്റന്റ് ഡയറക്ടർ ബി പളനിച്ചാമി, ജൂട്ട് ഷിപ്പേഴ്സ് കൗൺസിൽ മെമ്പർ സെക്രട്ടറി സാജൻ ബി നായർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എൻ നമിലാൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായ നിലപാട് സർക്കാർ കർശനമാക്കണമെന്ന് രമേശ് ചെന്നിത്തല MLA. കഴിഞ്ഞ 9 വർഷക്കാലം യാതൊന്നും ചെയ്യാതിരുന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും ചെന്നിത്തല. KPCCയുടെ പരിപാടിയിൽ G. സുധാകരൻ പങ്കെടുത്തതിൽ യാതൊരു തെറ്റുമില്ലെന്ന് രമേശ് ചെന്നിത്തല MLA. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെയുള്ള സൈബർ ആക്രമണം ശരിയല്ലെന്നും രമേശ് ചെന്നിത്തല. G. സുധാകരനെ പിന്തുണച്ച H. സലാം MLA. G. സുധാകരനെതിരായ സൈബർ ആക്രമണം ശരിയല്ലെന്ന് H. സലാം. അമ്പലപ്പുഴയിലെ ജനങ്ങൾക്ക് G. സുധാകരനോട് എന്നും ബഹുമാനമാണെന്നും H. സലാം. ചേർത്തല പള്ളിപ്പുറത്തെ ഫുഡ് പാർക്കിൽ എക്സൈസ് റെയ്ഡ്. കഞ്ചാവ് ചെടികൾ വളർത്തിയ ആസാം സ്വദേശി കഞ്ചാവുമായി പിടി. ലഹരിക്കെതിരെയുള്ള വേറിട്ട പ്രചരണവുമായി ഒരു എക്സൈസ് ഓഫീസർ. ചേർത്തല കഞ്ഞിക്കുഴി സ്വദേശിയായ ജയരാജൻ ഓട്ടൻതുള്ളലുമായി നാടാകെ തന്റെ ദൗത്യം തുടരുന്നു. ഇതുവരെ പിന്നിട്ടത് 521 വേദികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.